ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു ഗീ റൈസ് ആണ് കേട്ടോ. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ വെക്കുന്ന ആ ഒരു സ്റ്റൈലിൽ നല്ല മണവും അതുപോലെ തന്നെ നല്ല രുചിയുള്ള നെയ്ച്ചോറ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിന് നമുക്ക് കൈമ റൈസ് ആയിരിക്കും കേട്ടോ നല്ലത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അരിയിൽ മാറ്റം വരുത്താം. നമ്മുടെ ബസ്മതി റൈസ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം ഒന്ന് നന്നായിട്ട് ഒരു 4 വെള്ളത്തിലെങ്കിലും കഴുകിയിട്ട് ഒന്ന് അരിപ്പയിലിട്ട് നന്നായിട്ട് വാർത്തെടുക്കുക. വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ വാർത്തെടുക്കാം. പിന്നെ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ല നെയ്യ്. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒണിയന് നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഈ ഒരു കൈമ റൈസ് കുറേ പേര് വെള്ളത്തിൽ കുതിർത്തിടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളാരും എൻ്റെ ഉമ്മയൊന്നും ഇതുപോലെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉമ്മ മാത്രമല്ല, ഞാൻ കുറേ ആൾ വെക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ അങ്ങോട്ടൊക്കെ. അപ്പോൾ ആരും ഇതുപോലെ കുതിർത്തിടുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ചെറിയ റൈസല്ലേ, അപ്പോൾ നമ്മളൊരു 3-4 വെള്ളത്തിലൊക്കെ കഴുകുന്നതല്ലേ, ആ സമയത്ത് തന്നെ ഒന്ന് കുതിർന്നിട്ട് കുറച്ചും കൂടി ഒന്ന് വലുതാവും, അതുതന്നെ മതി കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു കളറും കിട്ടും, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ലേ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഇത് ഉള്ളി ഈ ഒരു കളറാവില്ലേ, അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ബാക്കി ഈ ഒരു എണ്ണയിൽ നല്ല ചൂടുണ്ടാവില്ലേ, ആ ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം ഉള്ളി ബാക്കി ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റ് മാറും, കളറും ഒരു ബ്ലാക്ക് കളറായിട്ട് മാറും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തന്നെ എണ്ണയിൽ നിന്ന് അങ്ങ് കോരിയെടുക്കാം. പിന്നെ ഇതാ 2 ചെറിയ പീസ് പട്ട, പിന്നെ 4 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയൊരു ബേ ലീഫ്, പിന്നെ 4 ഏലക്ക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒന്ന് എടുക്കണം കേട്ടോ. കഴുകിയിട്ട് ഒന്ന് തോർത്തി എടുക്കണേ, വെള്ളത്തോടെ എണ്ണയിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അതും കൂടി നമുക്ക് ഈ എണ്ണയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടില്ലേ, ഓഫാക്കിയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ച അരിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഫ്ലെയിം ഓണാക്കിയിട്ട് ഇതിടുമ്പോൾ ഇതൊക്കെ പൊട്ടിത്തെറിക്കും, അതുകൊണ്ടാണ് കേട്ടോ ഫ്ലെയിം ഓഫാക്കിയിട്ടുള്ളത്. അപ്പോൾ അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓണാക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ്, ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണേ. ഉപ്പിട്ട് കൊടുത്തിട്ട് തന്നെ വറുത്തെടുക്കണേ. പിന്നെ ഗീ റൈസ് നമുക്ക് വറുക്കാണ്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ട് കേട്ടോ. വറുത്ത് വെക്കുമ്പോൾ ഒരു വറുത്തിന് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. വറുക്കാണ്ട് വെക്കാം. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ടാണ്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ ഓരോന്നിനും ഓരോ ടേസ്റ്റ് അല്ലേ. പിന്നെ ഇതാ 4-5 മിനിറ്റ് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. അരി വേറെ വേറെ ആയിട്ട് കിട്ടണം, അതുവരെ വറുക്കണേ. പിന്നെ ഇതാ ഞാൻ 2 ഗ്ലാസ് അല്ലേ നമ്മൾ എടുത്തത് അരി, അതിന് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും 3 ഗ്ലാസ് തന്നെ ഒഴിച്ചിട്ട് തിളപ്പിക്കുക, അതും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പ്രത്യേകം തിളപ്പിക്കുന്നത് കൊണ്ട് കൂടുതലൊന്നും ഒഴിക്കണ്ട കേട്ടോ. 3 ഗ്ലാസ് തന്നെ ഒഴിക്കുക, തിളപ്പിക്കുക, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനിതിൽ കുറേ സംസാരിക്കുന്നതെന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ എന്നോട് ഒരാൾ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ചോദിച്ചൊരു ചോദ്യത്തിനുള്ള മറുപടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആൾ ചോദിച്ചത്, പച്ചവെള്ളം ഒഴിക്കുമ്പോൾ 3 ഗ്ലാസ് ആണെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ എങ്ങനെയാണ്, തിളപ്പിക്കുമ്പോൾ കുറയൂലേ, അപ്പോൾ കൂടുതൽ ഒഴിക്കണോ, അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വിശദമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ വെള്ളം പച്ചവെള്ളമാണെങ്കിലും ചൂടുവെള്ളമാണെങ്കിലും 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് കണക്കാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതാ ഈ ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമില്ല, അതൊന്ന് നന്നായിട്ട് വറ്റണം കേട്ടോ. അടിയോളം വറ്റണം എന്നല്ല, മുകൾ ഭാഗം ഇങ്ങനെ വറ്റി തുടങ്ങൂലേ, ആ സമയത്ത് വേണം കേട്ടോ നമുക്ക് മൂടി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ മൂടി വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഈ ഒരു വെള്ളം വറ്റിക്കഴിഞ്ഞാൽ മാത്രം മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം വറ്റുമ്പോൾ ഇതാ ഇതുപോലെ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. മൂടിയിട്ടിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിക്കാം. പിന്നെ ആദ്യം ഈ ഒരു വെള്ളം വറ്റിക്കുന്ന സമയമില്ല, അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം വറ്റിയൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി ഇട്ട് കൊടുക്കൂലേ, ആ സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കട്ടോ. ഏറ്റവും ചെറിയ തീയിൽ വെച്ച് കൊടുക്കണേ. പിന്നെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക.
വീണ്ടും ലോ ഫ്ലെയിമിൽ ചെറിയ തീയിൽ വേണം പിന്നെ വെച്ച് കൊടുക്കാൻ. പിന്നെ ഒരു 3-4 മിനിറ്റ് കൂടി വേവിക്കുക. അപ്പോൾ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ തുറക്കരുത് കേട്ടോ. ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിന്നെ തുറന്ന് നോക്കാൻ. അപ്പോൾ ആ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ ആ ഒരു ദമ്മൊക്കെ ഉണ്ടാവില്ല, ആ ഒരു ദമ്മിൽ കിടന്നിട്ട് തന്നെ നമ്മൾ റൈസ് നന്നായിട്ട് സോഫ്റ്റായിട്ടും വരും കേട്ടോ. പിന്നെ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ തുറന്നത്. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ. അതാ ഇപ്പം നമ്മൾ ചോറൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇതാ ഇപ്പം നമ്മൾ ഇളക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതൊന്നും നോക്കണ്ട, നമുക്ക് ഈ ഒരു ചോറ് ആറിക്കഴിയുമ്പോൾ നല്ല വേറെ വേറെ ആയിട്ടുള്ള നല്ല ചോറ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇളക്കുന്ന സമയത്ത് നല്ല ചൂടല്ലേ, അതുകൊണ്ടാണ് കേട്ടോ അത് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് അടിയോളം ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉള്ളി പൊരിച്ചതൊക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിത് ഒരു കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഫ്രൈൻ്റെ അപ്പുറം ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്ച്ചോറിന് ഇതുപോലെ ഇട്ട് കൊടുത്താൽ ചെറിയൊരു മധുരമൊക്കെ ഇടയ്ക്ക് കിട്ടുമ്പോൾ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് മുമ്പ് വേവിക്കൊന്നും വേണ്ട. ഈ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് ക്യാരറ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഗീ മുകളിലോട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. പക്ഷേ ഞാൻ ചേർക്കുന്നില്ലേ, കാരണം ഈ ഒരു ഓണിയൻ ഫ്രൈയിലൊക്കെ ഗീ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ ധാരാളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നല്ല കൂടുതൽ ടേസ്റ്റൊക്കെ കിട്ടും. എന്നാലും ഞാൻ കൂടുതൽ ചേർക്കുന്നില്ലേ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് വിളമ്പാൻ നേരം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഗീ റൈസ്. വെറുതെ കഴിക്കാനും പോലും നല്ല രസമുള്ളൊരു ഗീ റൈസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഞാൻ ഈ ഒരു ഗീ റൈസിന് വേണ്ടിയിട്ട് ചെമ്മീൻ മസാലയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് വിളമ്പിയിട്ടും കൂടി കാണിക്കട്ടോ. അപ്പോൾ ഞാനൊരു ബിരിയാണി സ്റ്റൈലാണ് കേട്ടോ ഇപ്പോൾ വിളമ്പുന്നത്. അപ്പോൾ അതും കൂടി ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാരറ്റും നമ്മളെ ഒണിയനും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ കിടന്നതിൻ്റെ നന്നായിട്ട് ക്യാരറ്റൊക്കെ കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ വിളമ്പതിയും കൂടി കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.